അങ്ങനെ നമ്മളെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചട്ടി ലേശം ചെറുതായിനി. അത് ചട്ടി ഒന്ന് ലേശം വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്കറിയാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ എടുത്ത് കരിയില, വെള്ളമുണ്ട്, പിന്നെ ഈ പച്ച ഇലകളുണ്ട് വേസ്റ്റായി കിടക്കുന്നത്, പിന്നെ ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി ഉണ്ട്. ഇതൊക്കെ അടിവളമായിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് മാറ്റാൻ പോവാണ്. ആദ്യം നമ്മൾ ഇടുന്നത് ഈ കരിയിലാണ്. കരിയില എന്ന് പറഞ്ഞാൽ നല്ലൊരു വളമാണ്. അടിയിൽ ഓരോ നല്ല നനവ് അവിടെ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ചട്ടിൻ്റെ ഹോൾസ് അടയുന്നില്ല. ഇത് നിങ്ങൾ വാരിയിടുക. അത് കഴിഞ്ഞിട്ട് ഈ പച്ചില ഉണ്ടല്ലോ, പച്ചില ഇങ്ങനെ ഈ വേസ്റ്റ് ആകുന്ന എന്ത് ഇല ഇടാൻ പറ്റും അങ്ങനെ ചെറുതായിട്ട് മുറിച്ചിടുക. അത് മുറിച്ചിടുക, ഒതുക്കി വെക്കുക. എന്നിട്ട് മണ്ണ് കുറച്ചിടുക, കുറച്ച് മണ്ണിടുക. അതിൻ്റെ മേത കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും ഇടുക. കുറച്ച് എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി. എന്നിട്ട് നമ്മൾ ഈ സാധനം എല്ലാം കൂടെ പൊന്തിച്ചാൽ അത് പൊന്തിപ്പോരും. ഇങ്ങനെ പൊന്തിപ്പോരും. ഈ ചെറിയ ചട്ടി മാറ്റി വലിയ ചട്ടി. ഇത് 2 ദിവസമോ 3 ദിവസമോ അല്ല ഒരാഴ്ചയൊക്കെ നല്ല തണലത്ത് നിർത്തണം. ഓവർ വെയിൽ കൊള്ളാൻ പാടില്ല. വെയിൽ കൊണ്ടാൽ ചിലപ്പോൾ മരത്തിന് നല്ല ക്ഷീണമായിരിക്കും. എന്നിട്ട് പിന്നെ ചെറിയ വെയിലത്തേക്ക് കെട്ടിച്ച് നനച്ചാൽ നല്ല ഉഷാറായിട്ട് വളരും. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി ഒന്ന് നനച്ച് നല്ല വെയിൽ കൊള്ളാത്തത് ഒരാഴ്ച വെക്കണം കേട്ടോ. ഒരാഴ്ച വെയിലില്ലാത്തത് വെച്ചാൽ നല്ല ഉഷാറായി വളരും. പിന്നെ ഈ കായ് പറിക്കാനായത് കായ്ക്കുന്നത് നമ്മൾ പിന്നെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് പറിക്കാൻ വിചാരിച്ചിട്ടാണ്. കായ് ഇപ്പോൾ പറിച്ച് ഞങ്ങൾ തിന്നു. പിന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളെ കമ്പനിക്കാർക്കൊക്കെ അയച്ചു കൊടുക്കിട്ടോ.